സുഹൃത്തുക്കളെ, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഭാഗമാണ് ലോൺ ആൻഡ് ഡെറ്റ് ഇൻ ഇസ്ലാമിക് കൊമേഴ്സ്യൽ ലോ. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇസ്ലാമിക് ബാങ്കിങ് അല്ലെങ്കിൽ ഇസ്ലാമിക് ഫിനാൻസിനെ സംബന്ധിച്ചിടത്തോളം ലോൺ ആൻഡ് ഡെറ്റ് ഏറ്റവും വലിയ ഒരു ചർച്ചാ വിഷയമാണ്. കാരണം ഇതിൽ കൺവെൻഷണൽ ബാങ്കിങ് സിസ്റ്റത്തിനെ സംബന്ധിച്ചിടത്തോളം ലോൺ എടുക്കുന്നതിൽ അല്ലെങ്കിൽ ലോൺ കൊടുക്കുന്നതാണെങ്കിലും ഡെറ്റ് ആണെങ്കിലും അതിലൊക്കെ ഇൻട്രസ്റ്റ് കടന്നു വരുന്നുണ്ട്. അപ്പൊ ഇതൊന്നും ഇല്ലാതെ ഏത് രൂപത്തിലാണ് നമുക്ക് ലോൺ ആൻഡ് ഡെറ്റ് ട്രാൻസാക്ഷൻ എന്നുള്ളതാണ് ഈ മൊഡ്യൂളിൽ നമ്മൾ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത്. So here, while conventional banks deal in money by taking and giving loans on interest, Islamic banks and financial institutions may create debt through a variety of sale and lease contract. നമ്മളിപ്പോ പറഞ്ഞ രൂപത്തിൽ തന്നെ കൺവെൻഷണൽ ബാങ്കിനെ സംബന്ധിച്ചിടത്തോളം അവര് പണം വാങ്ങുന്നതും കൊടുക്കുന്നതും, അതായത് ലോണ് കൊടുക്കുകയാണെങ്കിലും ഡെപ്പോസിറ്റ് ആക്സെപ്റ്റ് ചെയ്യുകയാണെങ്കിലും ശരി, അത് ഇൻട്രസ്റ്റിലാണ്. ഇൻട്രസ്റ്റ് ലോണ് കൊടുക്കുകയാണെങ്കിൽ അതിന് ഇൻട്രസ്റ്റ് തിരിച്ചടക്കണം. ഡെപ്പോസിറ്റ് വാങ്ങുകയാണെന്നുണ്ടെങ്കിൽ ഡെപ്പോസിറ്റിന്റെ മുകളിൽ ഇൻട്രസ്റ്റ് കൊടുക്കണം. ഇസ്ലാമിക് ബാങ്ക് എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല. ഇസ്ലാമിക് ബാങ്കിന് ഇതിന് പകരമായിട്ട് മറ്റ് പല രൂപത്തിലുമാണ് ഈ പ്രവർത്തനങ്ങൾ, ലീസ് കോൺട്രാക്ട്, സെയിൽ കോൺട്രാക്റ്റും ഒക്കെ നടക്കുന്നത്. In Sharia, loaning is virtuous act that does not provide for any compensation for the use of lent money. Islamic financial institutions create debts as they provide a credit facility in the form of credit sale or lease of asset. അപ്പൊ ശരിയ പറയുന്നത് ലോൺ കൊടുക്കുക എന്ന് പറയുന്നത് ഒരു എന്താ പറയാ, നല്ല കാര്യമായിട്ടാണ് നമ്മൾ ചെയ്യേണ്ടത്. അതൊരിക്കലും മറ്റുള്ളവർക്ക് പണം കൊടുത്ത് അതിന് പകരം ഒരു കൂടുതൽ പണം വാങ്ങുന്ന അല്ലെങ്കിൽ പലിശ രൂപത്തിൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടല്ല. പണം കൊടുത്ത് പണം ഉണ്ടാക്കുന്ന ഒരു രൂപം അല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഇസ്ലാമിക് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഒക്കെ ചെയ്യുന്നത് they are providing the debt or credit facility in the form of credit sale or lease of asset. ഇപ്പൊ നമ്മളൊരു 10,000 രൂപയുടെ ഒരു പ്രോഡക്റ്റ് നമ്മളൊരു ഷോപ്പിൽ പോയിട്ട് വാങ്ങുകയാണെങ്കിൽ ആ പ്രോഡക്റ്റ് നമ്മൾ വാങ്ങുന്നു, തിരിച്ച് 10,000 രൂപ നമ്മൾ കൊടുക്കുന്നു. അപ്പൊ ഈ 10,000 കയ്യിലില്ലാത്ത ഒരാൾ കൺവെൻഷണൽ സിസ്റ്റത്തിലാണെങ്കിൽ അവർ ബാങ്കിൽ പോയിട്ട് 10,000 രൂപ ലോൺ എടുക്കും, എന്നിട്ട് അത് ഇവിടെ കൊടുക്കുന്നു, ഗുഡ്സ് വാങ്ങുന്നു. പിന്നെ പകരം ബാങ്കിൽ പോയിട്ട് 10,000 അതിന്റെ ഇൻട്രസ്റ്റും തിരിച്ചടങ്ങും. എന്നാൽ അതിന് പകരമായിട്ട് ഇസ്ലാമിക് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ചെയ്യുന്നത് അവർ ഈ ഗുഡ്സ് നമുക്ക് തരും, എന്നിട്ട് നമ്മൾ അത് പതിയെ എത്രയാണ് അവർ പറയുന്നത് വെച്ചാൽ ആ രൂപ അത് നമ്മൾ പതുക്കെ അടിച്ചാണ്. അപ്പൊ ക്രെഡിറ്റ് സെയിലാണ് അവിടെ യഥാർത്ഥത്തിൽ നടക്കുന്നത്, അല്ലെങ്കിൽ ലീസിങ് ആണ് അവിടെ നടക്കുന്നത്. നോക്കാം, നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ചർച്ച ചെയ്യാം. അതിൽ ആദ്യം നമുക്ക് ലോൺ എന്താണ്, ഡെപ്റ്റ് എന്താണ് എന്നറിയാം. So there are different ways through which funds could be raised to meet individuals and organizations' needs and their funding requirements. Raising loan is one of the various ways these requirements can be fulfilled. In the terminology of Islamic framework, qard and dain relate to the giving or taking of loans. അപ്പോൾ വ്യക്തികളാണെങ്കിലും ശരി, സ്ഥാപനങ്ങളാണെങ്കിലും ശരി, അവർക്ക് ഒരുപാട് പണത്തിന്റെ ആവശ്യങ്ങൾ ഉണ്ടാവും, അത്യാവശ്യങ്ങളും ഉണ്ടാവും. സോ റേസിംഗ് ലോൺ ഈസ് വൺ ഓഫ് ദി വേ ഫോർ completing these requirements or for fulfilling these requirements. Then in Islamic terminology or Islamic framework terminology, we are using qard and dain for giving or taking of loans. അപ്പൊ ഇസ്ലാമിക് ബാങ്കിങ് സിസ്റ്റത്തിൽ നമ്മൾ ഉപയോഗിക്കുന്ന ടേം, ഈ ലോൺ ആൻഡ് ഡെറ്റ് എന്നുള്ളതിന് ഉപയോഗിക്കുന്ന ടേമാണ് ഖർദ് ആൻഡ് ദെയിൻ. ഖർദ് എന്നാണ് നമ്മൾ എഴുതുക, അതുപോലെ ദെയിൻ, ഇത് അറബിക് വേർഡാണ് ലോൺ ആൻഡ് ഡെറ്റ് എന്നുള്ളത്. അപ്പം ലോണ് നമ്മൾ കൊടുക്കുന്നതിന് ഖർദ് എന്ന് പറയും, ലോണ് നമ്മൾ ബാങ്കിൽ നിന്ന് കസ്റ്റമർ എടുക്കുന്നതിന് ദെയിൻ എന്നുമാണ് പറയുക. ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. ദ വേർഡ് ദെയിൻ ഹാസ് എ ബ്രോഡർ connotation than the word ഖർദ്. ദെയിൻ incurs in any way which leaves a debt as a liability to another party to be paid later without any profit
over the principal amount. Whereas qard could be defined as an interest-free loan for needy borrowers extended on a goodwill basis. ദൈൻ എന്ന് പറയുന്നത് ഖർദിനേക്കാളും ബ്രോഡർ ആയിട്ടുള്ള ഏരിയയാണ്. ഏറ്റവും കൂടുതൽ ആളുകൾക്ക് ആവശ്യമുള്ളത് ദൈനാണ്. അപ്പൊ ദൈൻ എന്ന് പറയുന്നത് നമുക്ക് ശരിക്ക് വിച്ച് ലീവ്സ് എ ഡെപ്റ്റ് ആസ് എ ലിയബിലിറ്റി ടു അനദർ പാർട്ടി. മറ്റൊരാളോട് നമ്മൾ ബാധ്യത ഉണ്ടാക്കി തീർക്കുകയാണ്. എന്തിന്റെ പേരിൽ? ടു ബി പെയ്ഡ് ലേറ്റർ വിത്തൗട്ട് എനി പ്രോഫിറ്റ് ഓവർ ദ പ്രിൻസിപ്പൽ എമൗണ്ട്. നിങ്ങളോട് വാങ്ങിച്ച ആ പണം അത്ര തന്നെ ഞാൻ തിരിച്ചു തരും എന്നുള്ള രൂപത്തിൽ. അപ്പൊ നമ്മളെന്താണ്, ഒരാളോട് ഒരു 10,000 രൂപ വാങ്ങിയിട്ടുണ്ടെങ്കിൽ അത് തിരിച്ചു കൊടുക്കും. അപ്പൊ ആ 10,000 രൂപ ആദ്യം നമുക്ക് ഇങ്ങോട്ട് കിട്ടണം. അതാണ് നമ്മൾ ലോൺ എടുക്കുന്ന പോലെ കടമായിട്ട് വാങ്ങുക. അതിനെയാണ്, ഇനി അത് തിരിച്ചു കൊടുക്കുക എന്നുള്ള ബാധ്യത നമുക്കുണ്ട്. അതിനെയാണ് നമ്മൾ ദൈൻ എന്ന് പറയുന്നത്. എന്നാൽ ഖർദ് എന്ന് പറയുന്നത് ഇറ്റ് കുഡ് ബി ആൻ ഇൻട്രസ്റ്റ് ഫ്രീ ലോൺ ഫോർ നീഡി ബോറോവേഴ്സ് എക്സ്റ്റെൻഡഡ് ഓൺ ഗുഡ്വിൽ ബേസ്. അത് നമ്മുടെ കയ്യിൽ പണമുണ്ട്, അത് ആവശ്യക്കാർക്ക് നമ്മൾ ഇൻട്രസ്റ്റ് ഫ്രീ ആയിട്ട് കൊടുക്കുന്നതിനെയാണ് ഖർദ് എന്ന് പറയാം. അപ്പൊ എടുക്കുന്നതിനെ ദൈൻ എന്നും കൊടുക്കുന്നതിനെ ഖർദ് എന്നുമാണ് ഇവിടെ പറയുന്നത്. അതാണ് ലോൺ ആൻഡ് ഡെപ്റ്റ് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. മറ്റൊന്നാണ് അരിയ എന്നുള്ളത്. It is another structure of borrowing goods in Virtuous Act. In the case of Ariya, the exact borrowed commodity has to be returned to its owner, not any replacement. While in Qard, the same kind of the loaned commodity with essentially the same nature character could be paid back. അപ്പൊ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു അരിയ എന്ന് പറയുന്നത് ഖർദ് പോലെ തന്നെയാണ്. പക്ഷെ ഒരു വ്യത്യാസമുള്ള പ്രധാനപ്പെട്ട വ്യത്യാസമാണ്, ഖർദിൽ നമ്മളിപ്പോ ഒരാളോട് പണം വാങ്ങി, അല്ലെ പണത്തിന് പകരം നമ്മൾ ഒരാളോട് ഒരു വാഹനം വാങ്ങി. അപ്പൊ ഒരു 10 വർഷത്തേക്കാണ് നമ്മളൊരു കാറ് വാങ്ങി. അപ്പൊ 10 വർഷം കഴിഞ്ഞിട്ട് അതേ കാറ് തിരിച്ചു കൊടുക്കണം എന്നില്ല. അതിന് പകരമായിട്ട് വേറൊരു കാറ്, അതേ സൗകര്യത്തിലുള്ള വേറൊരു കാറ് കൊടുത്താൽ മതി. അതാണ് ശരിക്കും ഖർദിൽ വരുന്നത്. എന്നാൽ അരിയ എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല. ദർ ഈസ് നോ സ്കോപ്പ്, നോ ചാൻസ് ഫോർ ദി റീപ്ലേസ്മെന്റ്. വാട്ട് വി പ്രൊവൈഡഡ് ദാറ്റ് ഷുഡ് ബി റിട്ടേൺ. നമ്മൾ ഒരാൾക്ക് തൽക്കാലം ഒരു സാധനം കൊടുത്തു. ഇപ്പൊ നമ്മളുണ്ടാവും വീട്ടിൽ എന്തെങ്കിലും പ്രോഗ്രാം ഒക്കെ ഉണ്ടെങ്കിൽ നമ്മളിപ്പോ ചെയറോ ടേബിളോ ഒക്കെ നമ്മൾ അടുത്ത വീട്ടിൽ നിന്ന് എടുത്തുകൊണ്ടിരും. എന്നിട്ട് നമ്മൾ 1-2 ദിവസത്തെ പ്രോഗ്രാം ആണെങ്കിൽ അത് കഴിഞ്ഞിട്ട് അതേ ടേബിൾ തന്നെ നമ്മൾ തിരിച്ചു കൊടുക്കും, അതേ ചെയർ തന്നെ തിരിച്ചു കൊടുക്കും. ഇതാണ് ശരിക്കും അരിയ എന്ന് പറയുന്നത്. ഓക്കെ. In addition, in all the credit transactions, Islam recommends witness and documentation. This provides safeguard against dispute and allows credit transaction for a fixed or non-time period. And since Islamic bank can neither pay interest nor charge any return on loan, they have the right to ask for collateral to ensure recovery of the loan amount. ഇതാണ് ഇവിടെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഇസ്ലാമിക് ഫിനാൻസിനെ സംബന്ധിച്ചിടത്തോളം ഏതൊരു ക്രെഡിറ്റ് ട്രാൻസാക്ഷൻ നടക്കുകയാണെങ്കിലും ദർ ഷുഡ് ബി വിറ്റ്നസ് ആൻഡ് ഡോക്യുമെന്റേഷൻ. ഒരു സാക്ഷിയെങ്കിലും ഒരാളെങ്കിലും സാക്ഷിയായിട്ട് വേണം. അതുപോലെ all the transactions should be documented. Documentation is an unavoidable part of credit transaction according to Islamic Sharia. This means the witness and the documentation. This provides safeguard against dispute and allows credit transaction for a specified period. അപ്പൊ സ്വാഭാവികമായിട്ടും കുറച്ച് കഴിഞ്ഞിട്ട് അവിടെ ഒരു കൺഫ്യൂഷൻ, അവിടെ ഒരു ക്ലാഷ്, ആളുകൾ തമ്മിലൊരു പ്രശ്നങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യത കുറയും. ബിക്കോസ് ദർ ഇസ് എ വിറ്റ്നസ്, മീൻസ് A and C, in between A and C are making a transaction of some amount of money and B is a witness. So if there is any problem in between A and C, B is the witness, he has the voice about their transaction. അപ്പൊ അവിടെ സ്വാഭാവികമായിട്ടും എന്താണ്, എ സി ഇവർ തമ്മിലാണ് ട്രാൻസാക്ഷൻ. അതിൽ ബി എന്നുള്ളത് ഒരു സാക്ഷിയാണ്. പിന്നീട് എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ അത് ക്ലാരിഫൈ ചെയ്യാനുള്ള ഉത്തരവാദിത്വം ആ വിറ്റ്നസ് അല്ലെങ്കിൽ റൈറ്റ് ആ വിറ്റ്നസിനുണ്ട്, ബി എന്ന വിറ്റ്നസിനുണ്ട്. ആൻഡ് ഓൾ ദീസ് ട്രാൻസാക്ഷൻ ഷുഡ് ബി ഡോക്യുമെന്റഡ് ഓൾസോ. ഓക്കെ. Then ഇസ്ലാമിക് ബാങ്കിനെ സംബന്ധിച്ചിടത്തോളം neither pay interest nor charge any return on loans.
നമ്മൾ എവിടെന്നെങ്കിലും പണം എടുത്തിട്ടുണ്ടെങ്കിൽ അതിന് നമ്മൾ ഇൻട്രസ്റ്റ് കൊടുക്കുന്നുമില്ല. ലോൺ നമ്മൾ ഇസ്ലാമിക് ബാങ്ക് ആർക്കെങ്കിലും കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിന് ഇൻട്രസ്റ്റ് ചാർജ് ചെയ്യുന്നുമില്ല. ഇതിന് പകരമായിട്ട് ദ ഇസ്ലാമിക് ബാങ്ക്സ് ഹാസ് ദ റൈറ്റ് ടു ആസ്ക് ഫോർ കൊളാറ്ററൽ ടു എൻഷുർ റിക്കവറി ഓഫ് ദി ലോൺ എമൗണ്ട്. ആളുകൾക്ക് നമ്മൾ വെറുതെ പണം കൊടുത്ത് അവരത് മിസ്യൂസ് ചെയ്യാനും പാടില്ല. അതുകൊണ്ട് തന്നെ they can ask the collateral security for the recovery of loan amount. അപ്പൊ നമ്മുടെ ഒരു ഡോക്യുമെന്റ്, നമ്മുടെ ഇപ്പോൾ വാഹനത്തിന്റെ ഡോക്യുമെന്റോ സ്ഥലത്തിന്റെ ഡോക്യുമെന്റോ ഒക്കെ വെച്ചിട്ട്, അല്ലെങ്കിൽ സാലറി ഡോക്യുമെന്റോ ഒക്കെ വെച്ചിട്ട് നമുക്ക് ലോൺ എടുക്കാൻ പറ്റും. അത് തിരിച്ചടയ്ക്കും എന്നുള്ള ഒരു ഉറപ്പിന് വേണ്ടി. In fact, the client cannot refuse to repay the loan or debt in case he has incurred loss in the business conducted with the bank's loan. Also, the Sharia puts a great deal of emphasis on repayment of loan debt, and the borrower also has a moral obligation to repay a loan. ഒരാള് പണം ബാങ്കിൽ നിന്ന് എടുത്തു, അയാൾക്ക് ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല, ഇത് തിരിച്ചടക്കുന്നത് നിരസിക്കാൻ അയാൾക്ക് കഴിയില്ല. ഏത് സാഹചര്യം അയാൾക്കൊരു വലിയ നഷ്ടമുണ്ട്, അതുകൊണ്ട് ഞാനിത് തിരിച്ചടക്കില്ല എന്നൊന്നും പറയാൻ ഒരിക്കലും വോയിസ് ഉണ്ടാവില്ല. Then the Sharia puts a great deal of emphasis. ഇവിടെ എന്താണ്, ഇവിടെയാണ് ബാങ്കും ഈ ആളുകളും തമ്മിൽ കൃത്യമായിട്ടൊരു ധാരണ, ഒരു എഗ്രിമെന്റ് അവിടെ ഉണ്ടാവും. ഓക്കെ, there is a moral obligation to repay a loan. അപ്പൊ അവിടെ കൃത്യമായിട്ട് ഇപ്പൊ നഷ്ടം സംഭവിക്കുകയാണെങ്കിൽ എന്തായിരിക്കും എന്നുള്ളതൊക്കെ അതിൽ കൃത്യമായി സ്പെസിഫൈ ചെയ്തിട്ടുണ്ടാവും. For that reason, bank can include with mutual consent. For that reason, banks can include with mutual consent of the client. ബാങ്കിനെ സംബന്ധിച്ചിടത്തോളം അവിടെ ഈ പാർട്ടികളുടെ സമ്മതം നിർബന്ധമാണ്. A penalty clause in the credit contract to mitigate the risk of default, but the penalty charged on any default has to go to charity. ഇപ്പോൾ ബാങ്ക് ആണെങ്കിലും ക്ലയന്റ് ആണെങ്കിലും എന്ന് പറഞ്ഞാൽ ഈ ലോണ് എടുത്ത ആളും ലോണ് കൊടുത്ത ആളുകളും തമ്മിലൊരു മ്യൂച്വൽ കൺസെന്റ് ഉണ്ടാവും. എങ്ങനെയാണ് അത് തിരിച്ചടവ്, എങ്ങനെയാണ്, എത്ര വർഷത്തേക്കാണ്, അതിന്റെ കണ്ടീഷൻസ്, ഈ സംഗതികളൊക്കെ നമ്മൾ കൃത്യമായിട്ട് രണ്ടുപേരും സമ്മതിച്ചിട്ടുണ്ടാവും. ഇതിൽ ഒരു പാർട്ടി ഇപ്പൊ ലോൺ എടുത്തു, അയാൾ അത് തിരിച്ചടക്കാൻ തയ്യാറല്ല, അയാളുടെ കാരണം കൊണ്ട് വരുത്തി വെച്ച ഒരു റിസ്ക് ആണ് എന്നുണ്ടെങ്കിൽ the bank has the right to charge penalty, and this penalty is used for charity also. ഇത് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ബിസിനസ് ചെയ്യല്ല പിന്നെ ചെയ്യുന്നത്, ഇത് നമ്മൾ മറ്റ് ചാരിറ്റി പോലുള്ള പ്രവർത്തനങ്ങൾക്കാണ് യഥാർത്ഥത്തിൽ ആ ചാർജ് ചെയ്ത എമൗണ്ട് ഉപയോഗിക്കുന്നത്. റെസ്പോൺസിബിലിറ്റീസ് ഓഫ് ഡെറ്റേഴ്സ് ആൻഡ് ക്രെഡിറ്റേഴ്സ് നെക്സ്റ്റ് ഒരു ഏരിയയാണ്. ഈ ഡെറ്റർ ആണെങ്കിലും ശരി, ക്രെഡിറ്റർ ആണെങ്കിലും ശരി, രണ്ടുപേർക്കും ഒരുപോലെ റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട്. Then we can go through the responsibilities of both debtors and creditors. First one thing is the most important duty of debtor is to repay the loan. നമുക്കൊക്കെ അറിയുന്ന പോലെ തന്നെ ഡെപ്റ്റർ എന്ന് പറഞ്ഞാൽ പണം എടുത്ത ആള്, ഓക്കെ, കടം എടുത്ത ആളാണ്. ക്രെഡിറ്റർ എന്ന് പറഞ്ഞാൽ പണം കൊടുത്ത ആളാണ്. അപ്പോ the debtor has the duty to repay the loan. അയാൾ പണം എടുത്ത വ്യക്തിയാണ്. Then he has the liability, the responsibility, the duty to repay the loan. And another one, the main duty of creditor is not charge interest on principal amount of the loan. ഈ ക്രെഡിറ്റർ കൊണ്ട് ഡ്യൂട്ടി, ക്രെഡിറ്റർ should not have or should not charge interest on the principal amount of loan. അയാൾ എന്ത് ചെയ്യാൻ പാടില്ല, ഈ കൊടുത്ത ലോൺ എമൗണ്ട് എത്രയാണോ അതിന് മുകളിൽ ഇൻട്രസ്റ്റ് ചാർജ് ചെയ്യരുത് എന്ന റെസ്പോൺസിബിലിറ്റി ക്രെഡിറ്റർക്ക് ഉണ്ട്. അതുപോലെ the debtor should not only pay the debt in time but also express gratitude to the creditor. നമ്മൾ ഒരാൾ നമുക്ക് പണം തന്ന് സഹായിച്ച് ആ പണം തിരിച്ചടക്കണം എന്നുള്ളത് ശരിയാണ്. അത് മാത്രമല്ല, he should express a gratitude to the creditor. അയാള് മറ്റുള്ളവൻ കടപ്പെട്ടിരിക്കുകയാണ്, മറ്റുള്ളവരോട് നന്ദിയുള്ളവന് ആവുകയും, കാരണം ഈ പണം തന്ന് സഹായിച്ചവനോട് നമ്മൾ കമ്മിറ്റഡ് ആവണം എന്നാണ്. Then Islam condemns the person who delay the payment of his dues without a valid cause. That means monetary fine, on the other hand, would be a lawful option, since they would
this would amount to be monetary penalty for delayed payment, which is riba. എന്ന് പറഞ്ഞാൽ ഇസ്ലാം ഒരാൾ പണം തിരിച്ചു കൊടുക്കണില്ല, അതുകൊണ്ട് ഒരു പ്രശ്നമില്ല എന്ന് വിചാരിക്കുന്നില്ല. ഇസ്ലാം condemns the person who delays the payment of his dues without a valid cause. ഒരു കാരണമില്ല. ചില ആളുകൾ അങ്ങനെയുണ്ട്, മറ്റുള്ളവരോട് പണം വാങ്ങും, എന്നിട്ട് ഇയാൾ അത് തിരിമറി ചെയ്യും, എന്നിട്ട് ഇയാള് ഈ പണം പറഞ്ഞ സമയത്ത് കൊടുക്കൂല. പ്രത്യേകിച്ച് കാരണമൊന്നും ഉണ്ടാവില്ല, വെറുതെ സമയം ഇങ്ങനെ നീട്ടിക്കൊണ്ടുപോകും. അങ്ങനെയുള്ള ആളുകളെ ശിക്ഷിക്കണം എന്നുള്ള അഭിപ്രായം തന്നെ അതൊരു നല്ല സ്വഭാവം അല്ല. അപ്പൊ അത് മോണിറ്ററി ഫൈൻ അതിന് ഈടാക്കുക എന്ന് പറയുമ്പോൾ അതൊരു റിബ രൂപത്തിലേക്ക് വരാനും പാടില്ല. ഓക്കെ, ദെൻ അതുകൊണ്ട് അത് കുറച്ചും കൂടെ ക്രൂഷ്യലായ ഒരു ഏരിയയാണ്. വളരെ മോശപ്പെട്ട ഒരു ക്യാരക്ടറായിട്ടാണ് ഈ പണം തിരിച്ചടക്കുന്നത് ആവശ്യമില്ലാതെ നീട്ടിക്കൊണ്ടു പോകുന്നതിനെ ഇസ്ലാം കാണുന്നു. Then in extreme circumstances, creditors are exhorted to forgive the debt, which can be counted towards obligatory zakat or as a donation. ഇനി ഒരാൾ നമ്മളിൽ നിന്ന് പണം വാങ്ങിയിരുന്നു, അയാൾ കുറച്ച് പൈസയൊക്കെ തിരിച്ചടച്ചു, ഇനി അതല്ല അയാൾ തിരിച്ചടച്ചതേ ഇല്ല, അയാൾക്ക് ഇനി അടക്കാനേ കഴിയില്ല. വളരെ പരിതാപകരമായ അവസ്ഥയാണ് നമ്മളോട് പണം വാങ്ങിയ ആൾക്ക്. അങ്ങനെ ഉണ്ടെങ്കിൽ ഈ ക്രെഡിറ്റർക്ക് ഒരു ഓപ്ഷനാണ്, ഈ ക്രെഡിറ്റർക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, ദാറ്റ് ക്യാൻ ബി ഫോർഗീവ്, ഹി ക്യാൻ ഫോർഗീവ് ദി ഡെറ്റ്. അയാൾക്ക് ആ പണം കൊടുത്തത് മറക്കാം, എന്ന് പറഞ്ഞാൽ അത് വേണ്ട എന്ന് തീരുമാനിക്കാം. ദാറ്റ് ക്യാൻ ബി കൗണ്ടഡ് ടുവേർഡ്സ് ഒബ്ലിഗേറ്ററി സക്കാത്ത്. നമ്മൾ ഓരോ ഇസ്ലാമിക വിശ്വാസം അനുസരിച്ച് എല്ലാ ആളുകളും സക്കാത്ത് കൊടുക്കണം. അപ്പൊ ഈ കടം കൊടുത്ത പണം സക്കാത്തിലേക്ക് കൗണ്ട് ചെയ്യാം, അല്ലെങ്കിൽ അതൊരു ഡൊണേഷൻ ആയിട്ട് പരിഗണിക്കാനായിട്ട് പറ്റും. ഇനി ഇസ്ലാമിക് ക്യാപിറ്റൽ മാർക്കറ്റ് ഒരു വലിയ ഏരിയയാണ്. കൊമേഴ്സ്യൽ ട്രാൻസാക്ഷനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഏരിയയാണ് ഇസ്ലാമിക് ക്യാപിറ്റൽ മാർക്കറ്റ് എന്നും. അപ്പൊ ആദ്യം നമ്മൾ ഇസ്ലാമിക് ക്യാപിറ്റൽ മാർക്കറ്റിലേക്ക് എൻ്റർ ചെയ്യുന്നതിന് മുമ്പ് എന്താണ് ക്യാപിറ്റൽ മാർക്കറ്റ് എന്ന് അറിയും. Capital market is a financial market in which equity-backed securities or long-term debt are bought and sold. Like the capital market, Islamic capital market channels the wealth of individual savers to those who can transfer it to long-term productive use, such as companies or governments making long-term investment. അപ്പോൾ ഈ ഫിനാൻഷ്യൽ ക്യാപിറ്റൽ മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ ഫിനാൻഷ്യൽ മാർക്കറ്റ് ആണ്. അപ്പൊ അതിലെന്താണ് ഇക്വിറ്റി ബാക്ക്ഡ് സെക്യൂരിറ്റീസ് എന്ന് പറഞ്ഞാൽ കമ്പനികളുടെ ഒക്കെ സെക്യൂരിറ്റീസ്, ഷെയർ, ഡിബഞ്ചർ പോലുള്ള ഡോക്യുമെന്റ്സ് ഡീല് ചെയ്യുന്ന മാർക്കറ്റിനെയാണ് നമ്മൾ ക്യാപിറ്റൽ മാർക്കറ്റ് എന്ന് പറയാം. അപ്പൊ ആരുടെ കയ്യിലാണോ എക്സസ് ആയിട്ട് പണം ഉള്ളത് അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഷെയറിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റും. അപ്പൊ സ്വാഭാവികമായിട്ടും ഏത് ആൾക്കാണ്, ഏത് കമ്പനിക്കാണോ പണം ആവശ്യമുള്ളത് അവർക്ക് പണം കിട്ടുകയും ചെയ്യും, അത് അവർക്ക് ഉപയോഗിക്കാനും പറ്റും. അങ്ങനെയുള്ള മാർക്കറ്റിനെയാണ് നമ്മൾ ഫിനാൻഷ്യൽ മാർക്കറ്റ് അല്ലെങ്കിൽ ക്യാപിറ്റൽ മാർക്കറ്റ് എന്ന് പറയുന്നത്. ദെൻ അപ്പോൾ ഇസ്ലാമിക് ക്യാപിറ്റൽ മാർക്കറ്റിലേക്ക് വരുമ്പോൾ കമ്പാരിറ്റീവ്ലി ദ സൈസ് ഓഫ് ക്യാപിറ്റൽ ഇസ്ലാമിക് ക്യാപിറ്റൽ മാർക്കറ്റ് ഈസ് വെരി സ്മോൾ ദാൻ ദി കൺവെൻഷണൽ വൺ ഇൻ ടേംസ് ഓഫ് സൈസ്. മെയിൻലി ദിസ് ഇസ് ഡ്യൂ ടു ഷരിയ പ്രിൻസിപ്പിൾ that prohibits, that means the Sharia principle prohibits the sale and purchase of interest bearing debt, as well as the emphasis on relating Islamic banking to the real economy. The financial certificates such as sukuk and debt certificate are used to raise funds from the public. അപ്പോൾ ഇസ്ലാമിക് ക്യാപിറ്റൽ മാർക്കറ്റിനെ നമുക്ക് കുറെ കാണാൻ കഴിയില്ല. വളരെ കുറച്ച് കൺവെൻഷണൽ ക്യാപിറ്റൽ മാർക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാമിക് ക്യാപിറ്റൽ മാർക്കറ്റ് വളരെ ചെറുതാണ്, സൈസ് വളരെ വളരെ ചെറുതാണ്. ഇതിന് കാരണം എന്താന്ന് ചോദിച്ചാൽ ദ ഇസ്ലാമിക് ക്യാപിറ്റൽ മാർക്കറ്റ് ഷുഡ് ബി വർക്ക്ഡ് ഓൺ ബേസ്ഡ് ഓൺ ഷരിയ പ്രിൻസിപ്പിൾ എന്നുള്ളതാണ്. ദിസ് ഷരിയ പ്രിൻസിപ്പിൾ പ്രോഹിബിറ്റ്സ് ദ സെയിൽ ആൻഡ് പർച്ചേസ് ഓഫ് ഇൻട്രസ്റ്റ് ബിയറിംഗ് ഡെറ്റ്സ്. ഓക്കെ, അപ്പൊ ഇൻട്രസ്റ്റ് വരുന്ന, പലിശ വരുന്ന അല്ലെങ്കിൽ ശരിയ പ്രൊഹിബിറ്റ് ചെയ്യുന്ന തരത്തിലുള്ള പ്രോഡക്റ്റുകളുടെ, കമ്പനികളുടെ അതിലൊന്നും ഇൻവെസ്റ്റ്മെന്റ് ഇസ്ലാമിക് ക്യാപിറ്റൽ മാർക്കറ്റ് അനുവദിക്കുന്നില്ല. അങ്ങനെയുള്ള ട്രാൻസാക്ഷൻ ഇസ്ലാമിക് ക്യാപിറ്റൽ മാർക്കറ്റിൽ അലൗഡ് അല്ല. അതുകൊണ്ട് തന്നെ എന്ത് ബിസിനസ്സും എന്ത് പ്രോഡക്റ്റും
ക്യാപിറ്റൽ മാർക്കറ്റിലേക്ക് കൊണ്ടുവരാൻ ഇസ്ലാമിക് ക്യാപിറ്റൽ മാർക്കറ്റ് അനുവദിക്കുന്നില്ല. ആൾ ദ ട്രാൻസാക്ഷൻ ഷുഡ് ബി ഡിപ്പെൻഡ്സ് ഓൺ ശരിയ പ്രിൻസിപ്പിൾസ്. ഇതാണ് ഇവിടുത്തെ പ്രശ്നം. അതുകൊണ്ട് മാത്രമാണ് അത് ചെറുതായി വരുന്നത്. ദെൻ ഫിനാൻഷ്യൽ സർട്ടിഫിക്കറ്റ് ഒക്കെ ഈ ഇസ്ലാമിക് ക്യാപിറ്റൽ മാർക്കറ്റിൽ ഉപയോഗിക്കുന്നുണ്ട്. സുക്കൂക്ക്, അതുപോലെ ഡെറ്റ് സർട്ടിഫിക്കറ്റ് പോലുള്ള ഡോക്യുമെന്റ്സ് ഒക്കെ നമുക്ക് പബ്ലിക്കിന്റെ അടുത്ത് നിന്ന് ഫണ്ട് റേസ് ചെയ്യാൻ വേണ്ടി ഇസ്ലാമിക് ക്യാപിറ്റൽ മാർക്കറ്റുകളിൽ ഉപയോഗിക്കുന്നു. ദെൻ ഇനി മറ്റൊരു രീതിയാണ് ദി ടൈം വാല്യൂ ഓഫ് മണി ഇൻ ലോൺ ആൻഡ് ഡെറ്റ്. ലോണും ഡെറ്റും ആണല്ലോ നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിൽ ടൈം വാല്യൂ ഒരു പ്രധാന ഘടകമാണ്. കാരണം നമ്മൾ പണം ഉപയോഗിച്ചു, ഇന്ന് നമ്മളൊരാൾക്ക് പണം കൊടുത്ത് കുറെ കഴിഞ്ഞിട്ടായിരിക്കും തിരിച്ചു കിട്ടുക. ഓക്കെ, അപ്പൊ അതിനെയാണ് നമ്മൾ ടൈം വാല്യൂ എന്ന് പറയുന്നത്. A fundamental concept in finance is the concept of time value of money. The time value of money is based on positive time preference, which assumes that a sum of money given today is worth more than its equivalent at any other time in the future. This concept is the brain behind recognition of interest in conventional finance. അപ്പോൾ ഈ ടൈം വാല്യൂ എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ട് ഒരു ഫണ്ടമെന്റൽ കൺസെപ്റ്റ് ഉണ്ട്. ഫിനാൻസിനെ സംബന്ധിച്ചിടത്തോളം ടൈം വാല്യൂവിന് അതിപ്രധാനമായ റോളാണുള്ളത്. കാരണം നമ്മുടെ കയ്യിൽ ഇന്നൊരു 10,000 രൂപയുണ്ട്. ആ 10,000 രൂപ നമുക്കൊരു 5 വർഷം കഴിഞ്ഞിട്ട് 10,000 രൂപ ഉണ്ടെങ്കിൽ ഇന്ന് നമുക്ക് 5 വർഷത്തിനേക്കാൾ കൂടുതൽ ചെയ്യാൻ പറ്റും. കാരണം ഇന്നൊരാൾക്ക് നമ്മൾ പണം 10,000 രൂപ കൊടുത്തു, 5 കൊല്ലം കഴിഞ്ഞിട്ട് അയാൾ 10,000 രൂപ തിരിച്ചു തരുമ്പോൾ ശരിക്കും യഥാർത്ഥത്തിൽ അവിടെ ടൈം വാല്യൂ നഷ്ടപ്പെടുന്നുണ്ട് എന്ന ഒരു കൺസെപ്റ്റിൽ നിന്നാണ് യഥാർത്ഥത്തിൽ ഇൻട്രസ്റ്റ് എന്ന റിബ എന്ന ഒരു കൺസെപ്റ്റിന്റെ ഉത്ഭവം. അത് വരാനുള്ള സാഹചര്യം അതാണ്, ഈ ടൈം വാല്യൂ എന്ന ഘടകമാണ്. അപ്പോ ഇസ്ലാമിക് ഫിനാൻസ് ഇത് പ്രൊഹിബിറ്റ് ചെയ്തിട്ടുണ്ട്. ഓൺ ദി അതർ ഹാൻഡ്, ഇസ്ലാമിക് ഫിനാൻസ് പ്രൊഹിബിറ്റ്സ് ഗിവിംഗ് ആൻഡ് ടേക്കിംഗ് ഓഫ് ഇൻട്രസ്റ്റ്. To many, this could be seen as a denial of time value of money. അപ്പൊ ഇസ്ലാമിക് ഫിനാൻസ് ഇത് പ്രൊഹിബിറ്റ് ചെയ്തിട്ടുണ്ട്. പലിശ അല്ലെങ്കിൽ ഇൻട്രസ്റ്റ് ഓർ റിബ അത് കൊടുക്കുന്നതും വാങ്ങുന്നതും ഒരുപോലെ ഇസ്ലാമിക് ഫിനാൻസിൽ പ്രൊഹിബിഷനാണ്, അത് ചെയ്യാൻ പാടില്ലാത്തതാണ്. ഓക്കെ, അപ്പൊ ഈ കാരണം കൊണ്ട് തന്നെ ഇസ്ലാമിക് ഫിനാൻസ് ഈ എന്താ പറയാ ടൈം വാല്യൂ ഓഫ് മണി എന്നുള്ളതിനെ ഒരു പരിധി വരെ ഡിനൈ ചെയ്യുന്നു. അപ്പൊ നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസിന് ആൻസർ കിട്ടണം ഈ ടൈം വാല്യൂ ഓഫ് മണിയുമായി ബന്ധപ്പെട്ട്. An attempt was also made to provide answers to the following questions. Questions ഏതാന്ന് നോക്കാം. ഒന്ന്, ഇസ്ലാമിക് ഫിനാൻസ് റെക്കഗ്നൈസ് ടൈം വാല്യൂ ഓഫ് മണി. ഇസ്ലാമിക് ഫിനാൻസ് ടൈം വാല്യൂ ഓഫ് മണിക്ക് പ്രാധാന്യം കൊടുക്കുന്നുണ്ടോ? If it does, in what way does its recognition differ from the conventional finance? ഇനി അങ്ങനെ ടൈം വാല്യൂ ഓഫ് മണിക്ക് പ്രാധാന്യം കൊടുക്കുന്നുണ്ടെങ്കിൽ കൺവെൻഷണൽ ഫിനാൻസിന് പിന്നെ ഇസ്ലാമിക് ഫിനാൻസിൽ എന്താണ് വ്യത്യാസം? അതാണ് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. മൂന്നാമത്, ഹൗ ഡസ് ഇസ്ലാമിക് ഫിനാൻസ് കൺസെപ്ച്വലൈസ് മണി? ഇസ്ലാമിക് ഫിനാൻസ് പണത്തിനെ കൺസെപ്ച്വലൈസ് ചെയ്യുന്നത് എങ്ങനെയാണ്? Then last question, what differentiate the concept of money in Islamic financial framework from that of conventional framework? അപ്പൊ പണത്തിനെ കൺവെൻഷണൽ ഫ്രെയിംവർക്കിൽ നിന്നും എങ്ങനെയുള്ള വ്യത്യസ്തമായ മുഖത്തിലാണ് ഇസ്ലാമിക് ഫിനാൻഷ്യൽ ഫ്രെയിംവർക്ക് പണത്തിനെ കാണുന്നത്? ഈ 4 ക്വസ്റ്റ്യൻ ഒന്നുകൂടെ പറയാം. ഒന്ന്, ഡസ് ഇസ്ലാമിക് ഫിനാൻസ് റെക്കഗ്നൈസ് ടൈം വാല്യൂ ഓഫ് മണി? ഇസ്ലാമിക് ഫിനാൻസ് ടൈം വാല്യൂ ഓഫ് മണിക്ക് പ്രാധാന്യം കൊടുക്കുന്നുണ്ടോ? രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, അങ്ങനെ പ്രാധാന്യം കൊടുക്കുന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് കൺവെൻഷണൽ ഫിനാൻസിൽ നിന്നും വ്യത്യാസം ഉണ്ടാവുന്നത്? അതുപോലെ പണത്തിനെ കുറിച്ചുള്ള കാഴ്ചപ്പാട്, ഇസ്ലാമിക് ഫിനാൻസിന്റെ പണത്തിനോടുള്ള കാഴ്ചപ്പാട് എങ്ങനെയാണ്? നാലാമത്തത്, ഈ കൺവെൻഷണൽ ഫ്രെയിംവർക്കിൽ നിന്നും ഇസ്ലാമിക് ഫിനാൻഷ്യൽ ഫ്രെയിംവർക്ക് ഏത് രൂപത്തിലാണ് പണത്തിൽ വ്യത്യാസം കാണുന്നത്? ഓക്കെ, ആദ്യം നമ്മൾ ടൈം വാല്യൂ ഓഫ് മണി എന്താണെന്ന് പറഞ്ഞു. അതിന്റെ ക്യാപിറ്റലിസ്റ്റ് വ്യൂ പോയിന്റ് നമുക്ക് ആദ്യം പറയാം. ഇൻ എ ക്യാപിറ്റലിസ്റ്റ് ഇക്കോണമി, ദ പോസിറ്റീവ് ടൈം പ്രിഫറൻസ് യൂഷ്വലി യൂസ്ഡ് ഇന്റർചേഞ്ചബിൾ വിത്ത് ദ ടൈം വാല്യൂ ഓഫ് മണി. ഓക്കെ, ദി പോസിറ്റീവ് ടൈം പ്രിഫറൻസ്, അതുതന്നെയാണ് ആ ടൈം വാല്യൂ എന്നുള്ളത് ഉദ്ദേശിച്ചത്. ലേസ് ദി ഫൗണ്ടേഷൻ ഫോർ ഇൻട്രസ്റ്റ് ഓർ യൂഷ്വലി ദാറ്റ് ഈസ് റിബ.
It is believed that the present value of anything is greater than its future value. ഇതാണ് ക്യാപിറ്റലിസ്റ്റ് ഇക്കോണമി. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇന്ന് നമ്മുടെ കയ്യിലുള്ള പണം അത് നമുക്കൊരു ഫ്യൂച്ചറിൽ കിട്ടുന്നതിനേക്കാളും കൂടുതൽ വാല്യബിൾ ആണ്. ഈ ഒരു കൺസെപ്റ്റിൽ നിന്നാണ് ഈ ഇൻട്രസ്റ്റ്, യൂഷറി, റിബ എന്ന് പറയുന്ന കാര്യം ഡെവലപ്പ് ചെയ്തത്. വരാനുണ്ടായ സാഹചര്യം കൂടുതൽ വാങ്ങണം, അല്ലെങ്കിൽ നമുക്ക് നഷ്ടമാണ്, ഭാവിയിൽ ഇന്ന് നമ്മൾ കൊടുത്തതിന്റെ അത്ര തന്നെ മൂല്യം ഭാവിയിൽ ഉണ്ടാവില്ല, അതുകൊണ്ട് അതും കൂടെ കൂട്ടിച്ചേർത്ത് വാങ്ങുക എന്ന ഒരു കൺസെപ്റ്റിൽ നിന്നാണ് ഈ ഇൻട്രസ്റ്റ് ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്. അപ്പൊ ഒരു എക്സാമ്പിൾ പറയുന്നത്, ഇഫ് മിസ്റ്റർ എ were to loan a sum of money to Mr. B. ഓക്കെ, എ എന്ത് ചെയ്യുന്നു, ബിക്ക് ലോൺ കൊടുക്കുകയാണ് ഫോർ റീപേയ്മെന്റ് അറ്റ് എ ഫ്യൂച്ചർ ഡേറ്റ്. ദർ മസ്റ്റ് ബി എ പ്രീ ഡിറ്റർമിൻഡ് പ്രീമിയം ഓർ ഇൻക്രിമെന്റ് വിച്ച് ഹി ഷുഡ് ഗെയിൻ ഓവർ ആൻഡ് എബോവ് ഹിസ് പ്രിൻസിപ്പൽ. അപ്പൊ ഒരു സംഖ്യ നമ്മൾ കൊടുത്തു, ലോൺ എ ബിക്ക് ലോൺ കൊടുത്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എത്ര രൂപയാണ് ഫ്യൂച്ചർ, എത്ര വർഷത്തേക്കാണോ, അപ്പൊ എത്ര റുപ്യ തിരിച്ചടക്കണം ഓരോ പ്രാവശ്യം എന്നുള്ളത് അതിന്റെ ഇൻക്രിമെന്റ് ഉൾപ്പെടെയുള്ള എമൗണ്ട് അവർ ഫിക്സ് ചെയ്തിട്ടുണ്ടാവും. ഇതാണ് ക്യാപിറ്റലിസ്റ്റ് വ്യൂ പോയിന്റ് ഓഫ് ടൈം വാല്യൂ ഓഫ് മണി. ഇനി ഇതിനെ നമ്മൾ ഇസ്ലാമിക് പെർസ്പെക്റ്റീവിൽ വരികയാണെങ്കിൽ, ഇസ്ലാമിക് ഫിനാൻസ് റെക്കഗ്നൈസ് ദി ടൈം വാല്യൂ ഓഫ് മണി ഡിഫേഴ്സ് ഫ്രം കൺവെൻഷണൽ അപ്രോച്ച്. ഇൻ ഫാക്ട്, it is the way Islam conceptualizes money that makes it to prohibit interest in the strongest term. അതായത് ഇസ്ലാമിക് പെർസ്പെക്റ്റീവില് പണത്തിനെ കാണുന്നത് കൺവെൻഷണൽ സിസ്റ്റം പോലെയല്ല, നേരത്തെ പറഞ്ഞ രൂപത്തിലല്ല. ഇസ്ലാമിന് കൃത്യമായിട്ട് അത് ശരിയ പ്രിൻസിപ്പിള് ബേസ് അനുസരിച്ചുകൊണ്ട് തന്നെയാണ് അത് പലിശയെ തീർത്തും നിഷേധിച്ചിട്ടുണ്ട്. ഇൻട്രസ്റ്റ് കൊടുക്കാനും അതുപോലെ അത് വാങ്ങാനും പാടില്ല, അനുവദനീയമല്ല എന്നുള്ളത് സ്പെസിഫൈ ചെയ്തിട്ടുണ്ട്. അതാണ് ഇസ്ലാമിക് പെർസ്പെക്റ്റീവില് ഉള്ള അതിന്റെ പണത്തിനോട് പലിശയോടുള്ള കാഴ്ചപ്പാട്. However, in order to fully understand the peculiarity of Islamic recognition of time value, there is a need for us to appreciate how Islam perceives money. അപ്പൊ ഇങ്ങനെയാണെങ്കിൽ ഈ ടൈം വാല്യൂ റെക്കഗ്നൈസ് ചെയ്യുന്നുണ്ട് എന്ന് പറയുന്നു, അതുപോലെ പലിശ അനുവദനീയമല്ല എന്നും പറയുന്നു, പിന്നെ എങ്ങനെയാണ് പണത്തിനെ കാണുന്നത്, ഇസ്ലാമിക് പെർസ്പെക്റ്റീവിൽ എങ്ങനെയാണ് കാണുന്നത്? Money being held at the hand is not yet capital, but a potential capital. It is when money is combined with other resources to undertake a productive venture that it becomes a capital. This is the point when time value of money would be recognized. ഇതാണ് ഇസ്ലാമിക് പെർസ്പെക്റ്റീവിൽ ടൈം കൺസെപ്റ്റ്. ഒരാളുടെ കയ്യിൽ കുറെ പണമുണ്ട്, ഇപ്പൊ ബാങ്കിൽ നിന്ന് ലോൺ എടുത്തു, നമ്മുടെ അത് ബാങ്കിൽ കമ്പനിയിൽ കൊണ്ടുവച്ചു, അത് ഒരിക്കലും ക്യാപിറ്റൽ അല്ല. കയ്യിൽ നിൽക്കുന്നത് കൊണ്ട് മാത്രം അത് ക്യാപിറ്റൽ ആവുന്നില്ല. അതിനെ നമ്മൾ പൊട്ടൻഷ്യൽ ക്യാപിറ്റൽ എന്നാണ് പറയുന്നത്. വെൻ ദിസ് മണി ഈസ് കമ്പൈൻഡ് വിത്ത് അതർ റിസോഴ്സസ്, നമ്മൾ ഇത് ഉപയോഗിച്ച് എന്തെങ്കിലും സാധനം വാങ്ങുക, മറ്റുള്ളവർക്ക് സാലറി കൊടുക്കുക ഒക്കെ ആവുമ്പോൾ ഇറ്റ് ബിക്കംസ് എ പാർട്ട് ഓഫ് ക്യാപിറ്റൽ ആൻഡ് വിച്ച് വിൽ ബി യൂസ്ഡ് ഫോർ പ്രൊഡക്റ്റീവ് വെഞ്ചർ ഓൾസോ. അപ്പോഴേ അത് ക്യാപിറ്റൽ ആവുന്നുള്ളൂ. അപ്പൊ ഒരാളുടെ കയ്യിൽ ഉള്ളത് കൊണ്ട് മാത്രം അതിനെ ക്യാപിറ്റൽ എന്ന് പറയാൻ പറ്റില്ല, അത് യൂസ് ചെയ്തിരിക്കണം. അപ്പൊ യൂസ് ചെയ്യാത്ത പണത്തിന് മൂല്യം ഇല്ല എന്നാണ് ഈ പറഞ്ഞതിന്റെ അർത്ഥം. We could say that the time valuation does not apply when when exchange of debts or monetary items take place. Rather, it only applies when goods are traded. ഒരാളെ കയ്യിൽ നിന്ന് മറ്റൊരാളെ കയ്യിലേക്ക് മാറിയത് കൊണ്ട് മാത്രം അതിനെന്തില്ല, ടൈം വാല്യൂ കൊടുക്കാൻ കഴിയില്ല. അത് ട്രേഡ് ചെയ്യുമ്പോഴാണ്, അത് ഉപയോഗപ്പെടുത്തുമ്പോഴാണ് അതിന് ടൈം വാല്യൂ ഉണ്ടാവുക എന്നർത്ഥം. Islam does not prohibit time value of money in sale-like transaction where payment is deferred to a future date. Where the payment is to be deferred to a future date, which is known as buy muajjal, Islamic finance allows a seller to charge a price higher than what would have been applicable had the sale been made in cash. ഇസ്ലാം പലിശയെ പ്രൊഹിബിറ്റ് ചെയ്തിട്ടുണ്ട്, എന്നാൽ ടൈം വാല്യൂ ഓഫ് മണി എന്നുള്ളതിനെ ഇസ്ലാം ഒരിക്കലും പ്രൊഹിബിറ്റ് ചെയ്തിട്ടില്ല, പ്രത്യേകിച്ചും സെയിൽ ലൈക്ക് ട്രാൻസാക്ഷൻ.
കാരണം പലപ്പോഴും നമ്മൾ ക്രെഡിറ്റ് ട്രാൻസാക്ഷൻ നടത്തും, കടത്തിന് സാധനങ്ങൾ കൊടുക്കും, അതിന്റെ പേയ്മെന്റ് കുറച്ച് കഴിഞ്ഞിട്ടായിരിക്കും കിട്ടുക. അങ്ങനെ നമ്മൾ ചെയ്യുന്നതിനെ പറയുന്നതാണ് എന്ന് പറഞ്ഞാൽ നമ്മൾ തവണകളായി അടച്ചു തീർക്കുന്ന തരത്തിലുള്ള ക്രെഡിറ്റ് ട്രാൻസാക്ഷനെ നമ്മൾ പറയുന്നതാണ് ബൈ മുഅജ്ജൽ എന്ന്. ഈ ബൈ മുഅജ്ജൽ ട്രാൻസാക്ഷനിൽ സ്വാഭാവികമായിട്ടും നമ്മൾ ക്യാഷ് ട്രാൻസാക്ഷനെ, അപ്പൊ ബൈ മുഅജ്ജൽ ട്രാൻസാക്ഷൻ എന്ന് പറഞ്ഞാൽ ക്രെഡിറ്റ് ട്രാൻസാക്ഷൻ. അപ്പൊ ഈ ക്യാഷ് ട്രാൻസാക്ഷൻ എന്ന് പറഞ്ഞാൽ ഇപ്പൊ നമ്മളൊരു 10,000 രൂപയ്ക്ക് ഒരു പ്രോഡക്റ്റ് വാങ്ങുന്നു, 10,000 ഇപ്പൊ തന്നെ കൊടുക്കുകയാണെങ്കിൽ അവിടെ പ്രയാസങ്ങളില്ല. എന്നാൽ നമ്മൾ ഓരോ 10 തവണകളായിട്ടാണ് നമ്മൾ അടക്കുന്നത് എന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് അത് 10,000 രൂപ ആയിരിക്കില്ല അവിടുത്തെ പ്രൈസ്. ആ സമയം നമുക്ക് കൂടുതൽ പ്രൈസ് ചാർജ് ചെയ്യാം. ഓക്കെ, ഇസ്ലാം അലൗസ് ടു ചാർജ് ഹയർ പ്രൈസ് അറ്റ് ദി ടൈം ഓഫ് ബൈ മുഅജ്ജൽ. ദാറ്റ് ഡസ് നോട്ട് മീൻ ഇസ്ലാം പെർമിറ്റഡ് റിബ ഓർ ഇൻട്രസ്റ്റ്. അതിന്റെ അർത്ഥം പലിശയെ അനുവദിക്കുന്നു എന്നല്ല. Then there are some evidences from Quran and Sunnah that support the permissibility of credit sale. അപ്പൊ ഇതില് ക്രെഡിറ്റ് സെയിൽ അനുവദിക്കുന്നുണ്ട് എന്നുള്ളതിന് ഖുറാനിൽ തന്നെ കൃത്യമായി തെളിവുണ്ട്. അതിൽ ഖുറാനിൽ പറഞ്ഞ കുറച്ച് കാര്യങ്ങളിൽ ഒന്നാണ് Allah has permitted trade and forbidden riba. പലിശ നമ്മൾ അള്ളാഹു നമുക്ക് ട്രേഡ് അനുവദിച്ചു തന്നിട്ടുണ്ട്, എന്നാൽ പലിശയെ നിഷേധിക്കുകയും ചെയ്തിട്ടുണ്ട്. Then മറ്റൊരു സ്ഥലത്ത് പറയുന്നു ഓ യേ ഹു ബിലീവ്, ദാറ്റ് മീൻസ് ഓ പീപ്പിൾ, ഓ ബിലീവേഴ്സ് എന്നാണ് അവിടെ ഉദ്ദേശിച്ചത്. When you deal with each other in transaction involving future obligation in a fixed period of time, record them in writing. നിങ്ങൾ മറ്റൊരാളുമായിട്ട് ഫ്യൂച്ചർ ഭാവിയിലുള്ള ഒബ്ലിഗേഷൻ ഉൾപ്പെടുന്ന ട്രാൻസാക്ഷൻ വരികയാണെങ്കിൽ അതിന്റെ അർത്ഥം അത് ക്രെഡിറ്റ് ആണ്. നമ്മളിപ്പോ ട്രാൻസാക്ഷൻ നടന്നു, ഭാവിയിലും അതിന് ഒബ്ലിഗേഷൻ ഉണ്ട് എന്ന് പറഞ്ഞാൽ അതിന് പേയ്മെന്റ് എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഭാവിയിൽ ചെയ്യുന്നുണ്ടാവും. ഇൻ എ ഫിക്സഡ് പീരീഡ് ഓഫ് ടൈം, റെക്കോർഡ് ദം ഇൻ റൈറ്റിംഗ്. ദാറ്റ് മീൻസ് ദാറ്റ് ഷുഡ് ബി ഡോക്യുമെന്റഡ്. അത് നമ്മൾ കൃത്യമായിട്ട് എഴുതി വെക്കപ്പെടണം എന്ന് തന്നെയാണ് ഖുറാനിൽ പറഞ്ഞിട്ടുള്ളത്. So the permissibility of increasing the price of a commodity in a credit sale where payment is deferred to a non-due date, the scholar says that he has given time a share in the price. അപ്പൊ യഥാർത്ഥത്തിൽ ഇങ്ങനെയുള്ള ഡെഫേർഡ് പേയ്മെന്റ്, ബൈ മുഅജ്ജൽ ട്രാൻസാക്ഷൻ, ക്രെഡിറ്റ് ട്രാൻസാക്ഷൻ വരുന്ന സമയത്ത് അവിടെ യഥാർത്ഥത്തിൽ പണം കൂട്ടല്ല ചെയ്യുന്നത്, ആ പ്രൈസിൽ സമയത്തിന് ഒരു ഇൻവോൾവ്മെന്റ് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതാണ് ഹയർ പ്രൈസ് ആയിട്ട് നമ്മൾ കാണിക്കുന്നത്. So from the discussions above, it is clearly evident that Islam only recognizes time value of money in business and trading transaction. Time value of money is not applicable in the exchange of monetary values in the form of loan or debt. ഇതാണ് ഇതിന്റെ കൺക്ലൂഷൻ എന്ന് പറയുന്നത്. കൃത്യമായിട്ട് പറയുന്നുണ്ട്, ബിസിനസ് ആൻഡ് ട്രേഡിംഗ് ട്രാൻസാക്ഷനിൽ ടൈം വാല്യൂ ഓഫ് മണിക്ക് കൃത്യമായ പ്രാധാന്യമുണ്ട്. എന്നാൽ ഒരാൾക്ക് പണം കൊടുത്ത് അത് ട്രാൻസാക്ഷൻ ഒന്നും അവിടെ നടന്നിട്ടില്ലെങ്കിൽ അവിടെ എന്തില്ല, നമ്മള് ടൈം വാല്യൂ ഓഫ് മണി എന്നുള്ളതിന് യാതൊരു റെലവൻസും ഇല്ല ഇസ്ലാമിക് ബാങ്കിങ്. ഇനി ലാസ്റ്റ് ഏരിയയാണ് ടെർമിനേഷൻ ഓഫ് ലോൺ കോൺട്രാക്ട്. അപ്പൊ നമ്മൾ ലോൺ എടുക്കുക എന്ന് പറയുന്നത് ആരെടുത്തു നിന്നാണോ ലോൺ എടുക്കുന്നത് ആ ലോൺ കൊടുക്കുന്ന വ്യക്തിയും എടുക്കുന്ന വ്യക്തിയും തമ്മിലുള്ള കോൺട്രാക്ട്. ഇതാണ് ഇതുവരെ നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഇതിന്റെ ലാസ്റ്റ് പാർട്ടാണ് ടെർമിനേഷൻ ഓഫ് ലോൺ കോൺട്രാക്ട്. Termination of contract is allowed in Sharia whenever the contracting parties desire to discontinue the mutually agreed contract. Termination of contract may occur due to various reasons, which include, among others, to avoid injustice, losses, or any other harm to contracting parties. അപ്പോൾ ടെർമിനേഷൻ എന്ന് പറഞ്ഞാൽ അത് ക്യാൻസൽ ആക്കുക. ടെർമിനേറ്റ് യഥാർത്ഥത്തിൽ അതിന്റെ മീനിങ് നശിപ്പിക്കുക എന്നുള്ളതാണ്, ഇല്ലാതെയാക്കുക എന്നുള്ളതാണ്. അപ്പൊ ലോൺ കോൺട്രാക്ട് ഇല്ലാതാവുക എന്ന് പറഞ്ഞാൽ അത് ക്യാൻസൽ ചെയ്യാം. ഇതെന്താണ്? മ്യൂച്വലി എഗ്രീഡ്, രണ്ടുപേരും ലോൺ എടുത്ത ആളും ലോൺ കൊടുത്ത ആളും ഒരുപോലെ അഗ്രി ചെയ്തുകൊണ്ട് ക്യാൻസൽ ചെയ്യാം. അപ്പൊ ക്യാൻസലേഷൻ നിർബന്ധമാണ്. അല്ല എങ്കിൽ ദർ ഇസ് എ ചാൻസ് ഫോർ ഹാവിങ് ഇൻജസ്റ്റിസ്. അതുപോലെ ഏതെങ്കിലും ഒരു പാർട്ടിക്ക് ഒരു ടീമിന് മാത്രം ലോസ് ഉണ്ടാവാനുള്ള സാധ്യതകളൊക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെ ദർ ഷുഡ് ബി ടെർമിനേഷൻ ഓഫ് ലോൺ കോൺട്രാക്ട്. ഇനി വെൻ ക്യാൻ യു ടെർമിനേറ്റ് എ കോൺട്രാക്ട്? എപ്പോഴാണ്
ഈ ലോൺ കോൺട്രാക്ട് നമുക്ക് ക്യാൻസൽ ചെയ്യാൻ പറ്റുക? കോൺട്രാക്ട് ക്യാൻസൽ ചെയ്യാൻ പറ്റുന്നത് എപ്പോഴാണ്? ടെർമിനേറ്റ് ചെയ്യാൻ പറ്റുന്നത് എപ്പോഴാണ്? ഇംപോസിബിലിറ്റി ഓഫ് പെർഫോമൻസ് ഒന്നാമത്തെ സാഹചര്യമാണ്. Impossibility of performance. If it is impossible for one or both parties to fulfill their obligation, the contract can be terminated. രണ്ടാളുകൾ തമ്മിൽ ഒരു അഗ്രിമെന്റിൽ ഏർപ്പെട്ടു. അതിൽ ഒരാൾക്ക് അല്ലെങ്കിൽ രണ്ടാൾക്കും അവർക്ക് രണ്ടു കൂട്ടർക്കും റെസ്പോൺസിബിലിറ്റീസ് ഒബ്ലിഗേഷൻസ് ഉണ്ടാവും. ഒരാൾക്കോ അല്ലെങ്കിൽ രണ്ടു കൂട്ടർക്കുമോ അവരുടെ ഒബ്ലിഗേഷൻസ് ഒരിക്കലും ഇനി നടപ്പിലാക്കാൻ കഴിയില്ല എന്ന് വരുമ്പോൾ they can terminate the contract. അതുപോലെ മറ്റൊരു സാഹചര്യമാണ് ഫ്രോഡ്, മിസ്റെപ്രസെന്റേഷൻ ഓർ മിസ്റ്റേക്ക്. If the contract was formed under the circumstances that constitute fraud, misrepresentation or mistake, the contract can be terminated. ഫ്രോഡ് എന്ന് പറഞ്ഞാൽ വഞ്ചന. ഏതെങ്കിലും ഒരാള് മറ്റൊരാളെ വഞ്ചിക്കാൻ, ചീറ്റ് ചെയ്യാൻ ഉള്ള സാഹചര്യം ഉണ്ടായാൽ. അതുപോലെ മിസ്റെപ്രസെന്റേഷൻ, തെറ്റിദ്ധാരണ ഉണ്ടാക്കുക. അതുപോലെ മിസ്റ്റേക്ക് വരുത്തുക, മിസ്റ്റേക്ക് വരുന്നതല്ല, മിസ്റ്റേക്ക് വരുത്തുക. ഇങ്ങനെയൊക്കെ സംഭവിക്കുകയാണെങ്കിൽ ദി അതർ പാർട്ടി ക്യാൻ ടെർമിനേറ്റ് ദി കോൺട്രാക്ട്. ദെൻ തേർഡ് സിറ്റുവേഷൻ ആണ് ഇല്ലീഗാലിറ്റി. In some cases, the subject of the contract may become illegal because of law was passed after the contract was formed. ഇപ്പോൾ ഒരു ഉദാഹരണം പറയാം. നമ്മൾ രണ്ടാളുകൾ തമ്മിൽ ഒരു അഗ്രിമെന്റിൽ ഏർപ്പെട്ടു. അപ്പൊ ആ അഗ്രിമെന്റിൽ ഏർപ്പെടുന്നത് വരെ അവർ തമ്മിലുള്ള ഡീലിങ്സിൽ പ്രശ്നമൊന്നുമില്ല. അഗ്രിമെന്റിൽ ഏർപ്പെടുമ്പോൾ ഒരു ഉദാഹരണം, നമ്മൾ ഈ 2018 കറൻസി ഇഷ്യൂ വന്നു എന്ന് പറഞ്ഞാൽ നമ്മുടെ 1000 നോട്ട്സ്, 1000 രൂപയുടെ നോട്ട് ക്യാൻസൽ ചെയ്തു. അത് പുതിയത് ഇഷ്യൂ ചെയ്തിട്ടുമില്ല. ഈ 2020 ആയിട്ടും പുതിയ 1000 രൂപ വന്നിട്ടില്ല. 2018 വരെയുള്ള 1000 രൂപ ക്യാൻസൽ ചെയ്യുകയും ചെയ്തു. അപ്പോൾ ഒരാൾ 2017 ഒരാള് 1 ലക്ഷം രൂപ മറ്റൊരാളോട് വാങ്ങി. എന്നിട്ട് പറയാണ് 2020 ഞാൻ 1000 രൂപയുടെ നോട്ടായിട്ട് 1 ലക്ഷം രൂപ നിനക്ക് തിരിച്ചു തരാമെന്ന് പറഞ്ഞു. അപ്പൊ സ്വാഭാവികമായിട്ടും ഇനി 1000 രൂപയുടെ നോട്ട് നമ്മൾ ട്രാൻസാക്ഷൻ നടത്തുക എന്ന് പറയുന്നത് അത് ഇല്ലീഗലാണ്. അപ്പൊ ഇനി അത് പോസിബിൾ അല്ല. അങ്ങനെയുള്ള സമയത്ത് ആ ഒരു കോൺട്രാക്ട് ക്യാൻസൽ ചെയ്യാം. 1 ലക്ഷം രൂപ മറ്റു രൂപത്തിൽ 500ന്റെ നോട്ടായിട്ടോ 2000 രൂപയുടെ നോട്ടായിട്ടോ നമുക്ക് തിരിച്ചു കൊടുക്കാം. അതിനെയാണ് ഇല്ലീഗാലിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ കോൺട്രാക്റ്റിൽ വരുമ്പോൾ ചിലപ്പോൾ അന്ന് അത് ലീഗലാവാം, പിന്നീട് പുതിയ നിയമം വന്ന് അത് ഇല്ലീഗലായി മാറിയതായിരിക്കും. അങ്ങനെയുള്ള സമയത്തിലും the parties can terminate the contract. Then മറ്റൊന്നാണ് prior agreement. The parties may agree to allow termination under certain specific circumstances. Those specific conditions must exist or else there is a breach of contract. അപ്പൊ മുൻപേ തീരുമാനിച്ച പ്രകാരം ഇപ്പൊ ചിലപ്പോൾ എന്താണ്, 1 മാസത്തിനുള്ളിൽ നമ്മൾ ഈ കാര്യങ്ങളൊക്കെ ചെയ്യും. 1 മാസം കഴിഞ്ഞാൽ ഈ കോൺട്രാക്ട് ക്യാൻസൽ ആയി പോകും. അപ്പൊ അത് ടൈം കഴിഞ്ഞു. അതുപോലെ തന്നെ രണ്ടാളുകളും തീരുമാനിക്കുകയാണ് നമുക്ക് ക്യാൻസൽ ചെയ്യാമെന്നുള്ളത്. ഓക്കെ, അപ്പൊ ഒരാൾ മാത്രം തീരുമാനിക്കാനുള്ള അത് സ്വാഭാവികമായിട്ടും അതിന് നമ്മൾ ബ്രീച്ച് ഓഫ് കോൺട്രാക്ട് എന്നാണ് പറയുക. ഓക്കെ, ഇനി എന്താണ് ഈ ബ്രീച്ച് ഓഫ് കോൺട്രാക്ട്? Under the terms of any contract, both parties have an obligation to perform according to the contract. If one party fails to perform, blocks the other party from performing, or otherwise violating the terms of the contract without a legal justification, they have breached the contract and the contract can be terminated. അപ്പോൾ ഒരു കോൺട്രാക്ടിനെ സംബന്ധിച്ചിടത്തോളം അവിടെ 2 പാർട്ടി ഉണ്ടാവും. ആ 2 പാർട്ടിക്കും അവരുടേതായിട്ടുള്ള ഒബ്ലിഗേഷൻസും ഉണ്ടാവും. ഏതെങ്കിലും ഒരു പാർട്ടി അവരുടെ ഒബ്ലിഗേഷൻ ഫുൾഫിൽ ചെയ്യുന്നതിൽ ഫെയിലായാൽ, അയാൾക്ക് ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിൽ മറ്റുള്ള ആളും സ്വാഭാവികമായിട്ടും അയാളുടെ പാർട്ട് ചെയ്തോളണമെന്നില്ല. അപ്പൊ അത് എന്താണ്, ഈ നിയമത്തിനെതിരാണ്. അതുകൊണ്ട് തന്നെ അവിടെ ബ്രീച്ച് ഓഫ് കോൺട്രാക്ട് വന്നു. ഒരാളത് ബ്രീച്ച് ചെയ്തു. അങ്ങനെ അതർ പാർട്ടി ക്യാൻ ടെർമിനേറ്റ് ദി കോൺട്രാക്ട്. Okay. So these are about the loans and debt in Islamic perspective. Okay.